അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ റിയാദിൽ ഉണ്ടാകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. 2-3 മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ അത് കളയണ്ട വിചാരിച്ചു. പിന്നെ അത് ഇവിടെ 1 രൂപ കൊടുത്തിട്ടുണ്ട്. 1 റിയാൽ കൊടുത്താൽ ഒരു പാക്കറ്റ് കുബൂസ് കിട്ടും കേട്ടോ. അതിലൊരു 6 എണ്ണം ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. ചെറുപയർ കറി ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ എൻ്റെ അടുത്ത് പോയി. അപ്പോൾ അത് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ചെറുപയർ 2 പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ കുക്കറിലിട്ട് 3-4 വിസിലടിച്ച് വേവിക്കുക കേട്ടോ. നല്ലപോലെ വേവിക്കുക. വേവിച്ചതിന് ശേഷം പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ കടുകും ഓയിലോ എണ്ണയോ ഒഴിച്ചിട്ട് കടുകും ഇട്ട് പൊട്ടിയതിന് ശേഷം വലിയ ഉള്ളിയും തക്കാളി ഇട്ട് നല്ലപോലെ അത് വഴറ്റി മൂപ്പിക്കുക കേട്ടോ. മൂപ്പിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഉള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണം പോയതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയർ അതിൽ കൊട്ടുക. ഉപ്പ് ഇട്ടതിന് ശേഷം നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഒരിക്കൽ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് ചെറിയ ചക്കരക്കിഴങ്ങ് കണ്ടു കേട്ടോ. എനിക്ക് ചക്കരക്കിഴങ്ങൊക്കെ ഇഷ്ടമാണ്. ചക്കരക്കിഴങ്ങ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഉരുളക്കിഴങ്ങൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചക്കരക്കിഴങ്ങ് വാങ്ങിക്കൊടുന്ന് പുഴുങ്ങിയിട്ടാ. പുഴുങ്ങിയത് നോക്കിയപ്പോൾ ഒരു വസ്തുവിനാകാം. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ചക്കരക്കിഴങ്ങൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ പിന്നെ എങ്ങനത്തെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. കളറും ഇതൊക്കെ തന്നെ ഉള്ളൂ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇത് വേറെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അറബിൻ്റെ മുകളിലെ കോളേജിൽ നിന്ന് വിളിക്കാൻ പോകുന്നുണ്ട് 11:30 മണിക്ക്. 11:30 മണിക്ക് പോയാലാണ് അവർ 12:30 എത്തുള്ളൂ. അപ്പോൾ വിളിക്കാൻ പോകുമ്പോൾ എന്നെയും വിളിച്ചു. അപ്പം ഞാനും പോയിട്ടാ. അപ്പോൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങി വിടുമ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ കുറച്ചിങ്ങോട്ട് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി കാഴ്ചകൾ. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളാണ്. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമാവും കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ ശരി, ഓക്കെ. ഇനി അടുത്ത വീഡിയോ നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇൻഷാ അല്ലാ. വീഡിയോ ഒന്ന് എല്ലാവരും കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ഇടാനും മറക്കരുത് കേട്ടോ. ഇതൊരു അടിപൊളി പാർക്കാണ് കേട്ടോ. സൽമാൻ പാർക്ക് എന്നാണ് പറയുന്നത്. അത് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതിൻ്റെ മതിലാണിത്. ഇനി ഈ കാണുന്നതൊക്കെ അതിൻ്റെ ചുറ്റുമതിലാണ് കേട്ടോ. ഒരുപാട് നീളത്തിലുള്ളതാണ് അത്ര. ഇനി ഇത് എത്രയാകുമ്പോഴേക്കും അത് പണി തീരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടാ. ഒരേപോലെ മ്യൂസിക് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു കേട്ടോ. ഇവിടുത്തെ റോഡുകളിലൊക്കെ അവിടെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡുകൾ. എനിക്കങ്ങനെ ഒരുപാട് വീഡിയോയിൽ 2 കൊല്ലം മുമ്പുള്ള വീഡിയോക്കൊക്കെയാണ് ഇപ്പോഴൊക്കെയാണ് കോപ്പിറൈറ്റ് വരുന്നത്. ഇതൊക്കെ ലൈറ്റുകളാണ് കേട്ടോ. അവിടെ രാത്രി വരുമ്പോഴാണ് നല്ല രസം ഉണ്ടാകുക. ഇതൊക്കെ ലൈറ്റുകളാണ്. നല്ല രസം ഉണ്ടാവും കേട്ടോ രാത്രിയൊക്കെ വരുമ്പോൾ. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട്.
ഇതാണ് കേട്ടോ സ്കൂള് കോളേജ്. ഇനിയിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എത്തിയിട്ട് ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് നിൽക്കുന്നത്, ഈ വണ്ടികളൊക്കെ വരുന്നത് ഈ കുട്ടികളെ വിളിക്കാനാണ് കേട്ടോ. ഇനി ആ സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മളിവിടെ എത്തി എന്നുള്ളത് അറബിൻ്റെ വൈഫിനെ വിളിച്ച് പറയണം. എന്നിട്ട് അറബിൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞാലാണ്, കോളേജിലേക്ക് വിളിച്ച് പറഞ്ഞാലാണ് ആ പെൺകുട്ടീനെ ഇങ്ങോട്ട് പുറത്തേക്ക് വിടുള്ളൂ. അല്ലാണ്ട് ഇവിടെ വാപ്പാർ വിളിച്ച് പറഞ്ഞാലൊന്നും മക്കളെ പുറത്തേക്ക് വിടില്ല കേട്ടോ. അതൊക്കെ നല്ലൊരു അച്ചടക്കമുള്ളൊരു കോളേജ്, നല്ല അടിപൊളി. ഇവിടുന്ന് ഈ അവളെ വിളിച്ച് പറയണം, അറബിച്ചിനെ വിളിച്ച് പറയണം. എന്നിട്ട് അറബിച്ചി അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയണം. എന്നിട്ട് ആ കുട്ടി പുറത്ത് വരിക. അതുവരെ വണ്ടി സൈഡാക്കിയിട്ട് അവിടെ നിർത്തും. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. ഇവിടെ ഇങ്ങനെ വണ്ടികൾ പാർക്ക് ചെയ്യട്ടെ. ഈ വന്ന് നിൽക്കുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ കുട്ടികളെ വിളിക്കാൻ വന്ന് നിൽക്കണം കേട്ടോ. ഈ നേരത്തെ നല്ല തിരക്കായിരിക്കും. അവിടുന്ന് തിരിച്ചു വരുന്ന വഴി അതിന് എന്താ ഒരു ഹോസ്പിറ്റലിൽ കാരണമായിട്ട് അതൊരു ആസ്പത്രിയാണ് കേട്ടോ. ആസ്പത്രിയാണത്. ഇവർക്ക് വന്ന് നിൽക്കണം.